സാറേ, അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അട്ടിമറി സാധ്യതയില്ല എന്നൊക്കെയാണ് ചാനലുകളിൽ വരുന്ന വാർത്ത. പക്ഷേ ഈ എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് തടയപ്പെട്ടു, അല്ലെങ്കിൽ അത് ഓഫായി പോയി എന്നുള്ളതുണ്ട്. അപ്പം അട്ടിമറി ഇല്ല നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്വേഷണ റിപ്പോർട്ട് ഇത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ്. ആദ്യം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇതിന് കുറച്ചുകൂടി ഗൗരവമായി അന്വേഷിക്കേണ്ട ചില പോയിന്റുകൾ നിരത്തിയിട്ടുള്ള റിപ്പോർട്ടാണിത്. അതായത് ഇത് കോ പൈലറ്റാണ് വിമാനം പറത്തിയിരുന്നത്. ശരിക്കും കമാൻഡർ ഉണ്ടല്ലോ, സബർവാൾ, അദ്ദേഹം അപ്പോൾ പറത്തുന്നില്ല, അദ്ദേഹം കൂടെ ഇരുന്ന് നിയന്ത്രിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മറ്റേ എൻജിനിലേക്കുള്ള ഈ ഫ്യുവൽ സ്വിച്ച് രണ്ടെണ്ണം, എൻജിൻ 1 എൻജിൻ 2 ഇല്ലേ, അതെ, അത് രണ്ടിലേക്കുള്ള സ്വിച്ചുകൾ ഓഫ് ചെയ്തിരിക്കുന്നു. ഇന്ധനം പോകാനുള്ളത് എന്ന് പറഞ്ഞാൽ എൻജിൻ ഓഫാവും. മറ്റേ ടേക്ക് ഓഫിലാണ്, ടേക്ക് ഓഫ് കഴിഞ്ഞ് 400 അടി മുകളിലെത്തിയപ്പോഴാണ് സംഭവിക്കുന്നത്. പിന്നെ ഈ വോയിസ് റെക്കോർഡറിൽ എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് ഒരാൾ മറ്റേ ആളോട്. പൈലറ്റ് കോ പൈലറ്റിനോടോ, കോ പൈലറ്റ് പൈലറ്റിനോടോ. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, കോ പൈലറ്റാണ് അപ്പോഴത്തെ പൈലറ്റ്. അപ്പം ആരോട് ചോദിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല. എന്തിനാണ് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനല്ല ഉത്തരം, മറുപടി. എന്ന് വെച്ചാൽ എന്താ, രണ്ടുപേരും അറിഞ്ഞിട്ടില്ല എന്നല്ലേ? അതെ. അപ്പം രണ്ടുപേരും അറിഞ്ഞിട്ടില്ലെങ്കിൽ മൂന്നാമതൊരാളുണ്ട്, ഇത് വേറെ ആരോ ഓഫ് ചെയ്തു അല്ലേ? അതെ. അപ്പം പിന്നെ അട്ടിമറി സാധ്യതയിലേക്കല്ലേ അത് വിരൽ ചൂണ്ടുന്നു. അതെ, രണ്ട് പൈലറ്റും കോ പൈലറ്റും അറിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അത് അട്ടിമറിയായില്ലേ? വേറെ ഏതോ കോക്പിറ്റിൽ ആരെങ്കിലും ചെന്നിട്ടുണ്ടോ? നമുക്കറിയില്ലല്ലോ, അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല ആ സമയത്ത്. അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അവശിഷ്ടങ്ങൾക്കിടയിൽ ഓൺ എന്നുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത്. അത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ഇത് ഓഫായ സ്വിച്ച് തിരിച്ച് ഓൺ പൊസിഷനിലേക്ക് ഇവർ ആക്കിയിട്ടുണ്ട്. പക്ഷേ 2.5 മിനിറ്റ് എടുക്കും പഴയ പൊസിഷനിലേക്ക് വരാൻ. ഇത് റിപ്പോർട്ടിൽ പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. സ്വിച്ച് ഒരെണ്ണം ഓഫ് ചെയ്തു, എമർജൻസി സംവിധാനങ്ങളൊക്കെ ഉണർന്നു. റാം എന്ന് പറഞ്ഞ ഈ വൈദ്യുതി തൽക്കാലത്തേക്ക് കൊടുക്കുന്ന സംവിധാനമൊക്കെ ഉണർന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് 400 അടി മുകളിൽ വെച്ചിട്ടാണല്ലോ സംഭവിക്കുന്നത്. വീണ്ടും മുകളിലേക്ക് ഇത് എടുത്ത് ഉയർത്തണമല്ലോ. അതെ, അതിനുള്ള ശക്തി ഇല്ലെന്ന് വിമാനത്തിലേക്ക്, എഞ്ചിനില്ല, എഞ്ചിനില്ല. പിന്നെ ഇത് ഓൺ എന്നുള്ള പൊസിഷനിലേക്ക്, റൺ എന്നുള്ള പൊസിഷനാണത്, അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ 2.5 മിനിറ്റ് എടുക്കും. ഈ 2.5 മിനിറ്റിന്റെ ഉള്ളിലാണ് വിമാനം താഴേക്ക് പതിക്കുന്നത്. ഇവരുടെ ശ്രമം പാഴായിപ്പോയി എന്ന് പറയാം. അതാണ് കാരണം. എങ്ങനെയാണ് ഈ രണ്ടും ഓഫായി പോകുന്നത് എന്ന് പറഞ്ഞാൽ, ആരോ മനഃപൂർവ്വം ചെയ്തു എന്ന് വേണം കാണാൻ. കാരണം റിപ്പോർട്ടിൽ വായിച്ചു വരുമ്പോൾ വിമാനത്തിന് തകരാറോ സാങ്കേതിക പിഴവുകളോ എല്ലാം, മെയിൻ്റനൻസ് വർക്കും എല്ലാം കൃത്യമായി ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു 6-7 പോയിന്റ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഓരോന്നായിട്ട് പറയാം. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി കാര്യമായ ചർച്ചയിലേക്ക് ആദ്യമേ പോയി. ആ ചോദ്യം അങ്ങനെ ആയതുകൊണ്ട്, ഇത് ജൂൺ 12-ാം തീയതിയാണ് അപകടം ഉണ്ടായത്. AI-171. ഇത് ബോയിങ് 787 ഓർ 787 അല്ലെങ്കിൽ 8 എന്ന് പറയുന്നത്. ഇത് എൻജിൻ ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുകൾ റൺ എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് കട്ട് ഓഫ് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. റൺ, പറക്കുന്നു എന്നുള്ള അവസ്ഥയിൽ നിന്ന് കട്ട് ഓഫ്. എൻജിൻ ഫ്യുവൽ, അതായത് എൻജിനിലേക്ക് ഇന്ധനം പോകുന്നത് നിയന്ത്രിക്കുന്ന സ്വിച്ച് രണ്ടും റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ, 2 സ്വിച്ചും 2 എൻജിനിലേക്കും ഇന്ധനം പോകുന്ന സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടു. ടേക്ക് ഓഫ് കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം ഇത് സംഭവിച്ചു. അപ്പോൾ 15 പേജ് റിപ്പോർട്ടാണിത്. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് മറ്റേ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ്
ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIB അതിൻ്റെ റിപ്പോർട്ടാണിത്. ആദ്യത്തെ റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്നെ അസാധാരണമാണ്. കാരണം ഇതിനു മുമ്പൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇത് ഈ യാത്രക്കാരുടെ കുടുംബങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവരുമൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ സ്കെച്ച് ആയിരിക്കും ആദ്യത്തെ റിപ്പോർട്ടുകൾ എന്നുള്ളതാണ് വാസ്തവം. ശരിയായ കാരണങ്ങൾ, അതായത് ശരിക്കും ഉള്ള കാരണമുണ്ടല്ലോ, അതിലേക്ക് ഈ റിപ്പോർട്ട് പോയിട്ടുണ്ടാവില്ല. പക്ഷെ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു സൂചനയുണ്ട്. അപ്പോൾ ഇത് പോയിന്റുകൾ പറയാം. വിമാനം നിയന്ത്രിച്ച പൈലറ്റ് പൈലറ്റ് ക്ലൈവ് കുന്ദർ ആണ്. കമാൻഡർ സുമീത് അഗർവാൾ ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്ക് വീണ്ടും വിമാനം പറത്താനുള്ള വിശ്രമം കിട്ടിയിട്ടുണ്ട്. ഇവർ രാവിലെ തന്നെ ബ്രത്ത്ലൈസർ പരിശോധന നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ടുണ്ടോ, മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടന്നിട്ടുണ്ട്. രാവിലെ മെയിൻ്റനൻസ് ചെക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ടേക്ക് ഓഫ് തന്നെയാണ് ഉണ്ടായത്. 400 അടി വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്, ഈ റൺ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് ഈ സ്വിച്ച് കട്ട് ഓഫ് പൊസിഷനിലേക്ക് വന്നത് ടേക്ക് ഓഫ് ചെയ്ത് 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. 4 ദശകത്തിലെ വൻ ദുരന്തമാണിത്. ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആ ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തു എന്ന്. വോയിസ് റെക്കോർഡറിലുണ്ട്. ഞാൻ ചെയ്തില്ല എന്ന് മറ്റേ പൈലറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് ചോദിച്ച ആള് തന്നെയാണ് ചെയ്തത് എന്നുള്ള അനുമാനത്തിൽ നമുക്ക് എത്താം. പക്ഷെ ഇതൊക്കെ ഈ അബദ്ധത്തിൽ, ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ അബദ്ധത്തിൽ ഇങ്ങനെ വരാമോ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്? അബദ്ധത്തിലൊന്നും അത് വരില്ല എന്നുള്ളതാണ്. കാരണം ഇത് മനഃപൂർവ്വം ആ സ്വിച്ചിൽ തന്നെ കൈവച്ചിട്ടൊക്കെ ചെയ്യേണ്ടതാണിത്. അപ്പോൾ മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ 2 പൈലറ്റുമാരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ? ഒരു ചോദ്യം. സ്വിച്ചുകൾ ഈ വിമാന അവശിഷ്ടങ്ങളിൽ കണ്ടു. അത് റൺ എന്നുള്ള പൊസിഷനിലായിരുന്നു, ഓഫ് ചെയ്ത പൊസിഷനിലല്ല. അപ്പോൾ എൻജിനുള്ളിലേക്ക് പോവുകയും നിർത്തുകയും ചെയ്യുന്ന സ്വിച്ചുകളാണിത്. അതൊരാൾ ഓഫ് ചെയ്താൽ മാത്രമേ ഓഫ് ആവുകയുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയില്ല, തന്നെത്താൻ ആവില്ല. ഓരോ വശവും ബ്രാക്കറ്റ്സ് ഉണ്ട്. ഈ സ്വിച്ചിനെ ബ്രാക്കറ്റുകളുണ്ട്. പിന്നെ സ്റ്റോപ്പ് ലോക്ക് മെക്കാനിസം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്ന് മുകളിലേക്ക് ഉയർത്തി, നമ്മൾ ഈ ഗ്യാസിനോ ഒക്കെ ഇല്ലേ അങ്ങനെ, ഒന്ന് മുകളിലേക്ക് ഉയർത്തി പിന്നെ തിരിക്കുക ആണ്. അല്ലാതെ ഇങ്ങനെ വെറുതെ തിരിച്ചാൽ വരില്ല. ഒന്ന് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇടത്തോട്ടും വലത്തോട്ടും, അങ്ങനെയാണ് സ്റ്റോപ്പ് ലോക്ക് മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഇരുവശത്തേക്കും മാറ്റുന്നതിന് മുമ്പ്, ഇടത്തേക്കും വലത്തേക്കും മാറ്റുന്നതിന് മുമ്പ് ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയിട്ട് വേണം സ്വിച്ച് മാറ്റാൻ. അപ്പോൾ അത് മനഃപൂർവ്വം തന്നെ വേണം. പിന്നെ ഈ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വിമാനം ഉയർന്ന ശേഷമല്ല നടത്തുക. വിമാനം ഗ്രൗണ്ടിലായിരിക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഇന്ധനം ഓണാക്കുന്നതും ഓഫാക്കുന്നതും ഗ്രൗണ്ടിലുള്ളപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്, അതായത് ഡിപ്പാർച്ചറിന്, അതായത് ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് ഗ്രൗണ്ടിലുള്ളപ്പോഴാണ് ചെയ്യുന്നത് ഓൺ എന്ന് പറയുന്നത്. ഷട്ട് ചെയ്യുന്നത് ഇത് താഴെ ഇറങ്ങിയിട്ട് ഗേറ്റിലേക്ക് ചെല്ലില്ലേ, ആ സമയത്താണ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ 2 പ്രോസസ്സും ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പറക്കുമ്പോൾ ഇത് കട്ട് ഓഫ് ചെയ്യുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ധനത്തിലേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, എഞ്ചിന് കുഴപ്പമുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ ഒരു അടിയന്തര ഘട്ടത്തിൽ മാത്രമാണ് ഈ കട്ട് ഓഫ് ചെയ്യുന്നത്. റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാൽ വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യും. പക്ഷെ ഇതല്ല കാരണം എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കുഴപ്പം എഞ്ചിന്
പിന്നെ അമേരിക്കൻ US ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ 2018 എയർ വർത്തിനെസ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ SAIB ഒരെണ്ണം ഇറക്കിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് പൊട്ടൻഷ്യൽ ഡിസെൻഗേജ്മെൻറ്റ് ഓഫ് ദി ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ലോക്കിംഗ് ഫീച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മുകളിലേക്ക് ലോക്ക് ഉയർത്തുന്നത്, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബുള്ളറ്റിൻ ഇറക്കിയിരുന്നു 2018. US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇറക്കിയിരുന്നു. പൊട്ടൻഷ്യൽ ഡിസ്എൻഗേജ്മെൻറ്റ് ഓഫ് ദി ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ലോക്കിംഗ് ഫീച്ചർ. ഇത് തന്നെത്താനെ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോ ഉയരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം സംബന്ധിച്ച് അത് 737 സംബന്ധിച്ചിട്ടുള്ള ബോയിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇത് 787 ആണല്ലോ. പക്ഷെ 787ലും ഈ സ്വിച്ചിൻ്റെ ഡിസൈൻ അതിൻ്റെ തന്നെയാണ്, 737 പോലെ തന്നെയാണ്. അപ്പോൾ ഈ എയർ ഇന്ത്യ ഇത് വെറുതെ ഒരു ഉപദേശം മാത്രമാണല്ലോ, മാൻഡേറ്ററി അല്ലല്ലോ, നിർബന്ധമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എയർ ഇന്ത്യ അത് ചെയ്തില്ല, അത് ശ്രദ്ധിച്ചില്ല, ആ ബുള്ളറ്റിൻ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ കോക്പിറ്റിലെ ത്രോട്ട് കൺട്രോൾ മൊഡ്യൂൾ, ഈ സ്വിച്ചൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഈ ത്രോട്ട് കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ആ ത്രോട്ട് കൺട്രോൾ മൊഡ്യൂൾ കേടായിട്ട് 2019ലും 2023ലും ഈ വിമാനത്തിൻ്റെത് മാറ്റിയിട്ടുണ്ട്. സ്വിച്ചല്ല, സ്വിച്ചൊക്കെ ഇരിക്കുന്ന ത്രോട്ട് കൺട്രോൾ മൊഡ്യൂൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തല്ലോ, ചെയ്തപ്പോൾ റാം എയർ ടർബൈൻ കൺട്രോൾ ഉടൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി റിലീസ് ചെയ്തു. അത് എൻജിൻ അടച്ചു കഴിഞ്ഞപ്പോൾ ഓക്സിലിയറി പവർ യൂണിറ്റ് ഉടനെ ഈ പിന്നെ ശരിയായി റൺ ആയപ്പോൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഈ APU ഓക്സിലിയറി പവർ യൂണിറ്റ് എന്ന് പറയുന്നത് വാലിലാണ്, റാറ്റ് എന്ന് പറയുന്നത് ലാൻഡിംഗ് ഗിയർ കൺസോളിലാണ്, ഈ റാം മറ്റേ ടർബൈൻ കൺസോളിലാണ്. ഇത് പെട്ടെന്ന് വൈദ്യുതി കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇത് റിലീസായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം, റാം ടർബൈനും ഒക്കെ റിലീസായി എന്നുള്ളതിൻ്റെ അർത്ഥം എൻജിനുകൾ മൊത്തത്തിൽ ഷട്ട് ഡൗൺ ആയി എന്നാണ്. 2 എൻജിനും ഷട്ട് ഡൗൺ ആയി. അവിടെയാണ് ഞാൻ നേരത്തെ റിപ്പോർട്ടിൽ ഇല്ലാത്ത കാര്യം പറയുന്നത്, 2.5 മിനിറ്റ് എടുക്കും എന്നുള്ളത്. ആ 2.5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് കീഴ്പോട്ട് വീഴുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻജിൻ ഓപ്പറേഷൻ നിർത്തലാക്കാൻ എൻജിൻ ഈ ഓപ്പറേറ്റർമാർ പിന്നെ ഇതിൻ്റെ നിർമ്മാതാക്കൾ ജി എൻജിനാണല്ലോ. അപ്പോൾ എൻജിൻ ഓപ്പറേറ്റർമാർ നിർമ്മാതാക്കൾക്കൊന്നും ഈ റിപ്പോർട്ടിൽ നിർദ്ദേശമില്ല. എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ തകരാറോ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ തകരാറോ ഒന്നുമാണ് എന്ന് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടില്ല. മനസ്സിലായല്ലോ? എൻജിൻ തകരാറില്ല, ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശമില്ല, എൻജിൻ്റെ നിർമ്മാതാക്കൾ ജിക്കും നിർദ്ദേശമൊന്നും ഇതിൻ്റെ അകത്തില്ല കുഴപ്പം പറ്റിയതായിട്ട്. അപ്പോൾ ഉള്ള ചോദ്യം പൈലറ്റ് എറർ ആണോ, പൈലറ്റിന് കുഴപ്പം വരുത്തിയതാണോ എന്നുള്ളതാണ്. അപ്പോൾ പൈലറ്റിൻ്റെ കുഴപ്പമാണോ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ആ വോയിസ് റെക്കോർഡറിലുള്ള എന്തുകൊണ്ട് ഇത് ഓഫ് ചെയ്തു എന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നു, ഞാൻ ചെയ്തില്ല എന്ന് മറ്റേ പൈലറ്റ് പറയുന്നു. അപ്പോൾ ചോദിച്ച പൈലറ്റ് ചെയ്തോ? സംശയം. ചോദിച്ച പൈലറ്റ് ചെയ്തെങ്കിൽ എന്തിനു ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു ഓഫ് ചെയ്തു എന്നും മറ്റേ ആളിനോട് ചോദിക്കുന്നു. അപ്പോൾ 2 പൈലറ്റുമാർക്കും വിവരമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. എങ്കിൽ വേറെ ആരോ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്, കോക്പിറ്റിൽ വേറെ ആൾ കടന്നു. ഇതിൻ്റെ ഉത്തരവൊക്കെ ഇനി ഫൈനൽ റിപ്പോർട്ടിലേ വരുള്ളൂ. ഇപ്പോൾ നമുക്ക് ആകെ ഈ റിപ്പോർട്ടിൽ നിന്ന് പറയാവുന്നത് ഈ എൻജിനിലേക്കുള്ള ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തു, അനാവശ്യമായിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മനഃപൂർവ്വം ആരോ ചെയ്തിട്ടുണ്ടാകാം. അത് അട്ടിമറിയാണോ
എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.